നമസ്കാരം. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് യൂണിറ്റിൽ നടന്ന വലിയ സംഘടിതമായ മനുഷ്യാവകാശ ലംഘനവും നിർബന്ധിത മതപരിവർത്തനവും ചൂഷണവുമൊക്കെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകളിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ചൂഷണമാണ് വർഷങ്ങളായി അവിടെ നടന്നതെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടി, മറ്റൊരു ആംഗിൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പരാതി ആദ്യം കൊടുത്തത് മാർച്ച് 25 ഒരു ദളിത് പെൺകുട്ടിയായി, ആ പെൺകുട്ടിയുടെ പേര് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല, പെൺകുട്ടിയായ TCSലെ ഒരു എംപ്ലോയിയാണ്. ആ പെൺകുട്ടിയുടെ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ മതപരിവർത്തനം, സംഘടിതമായ ചൂഷണം, ലൈംഗിക ചൂഷണം, എല്ലാ അർത്ഥത്തിലും ഒരു ആളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുക, തകർക്കാനുള്ള ശ്രമം, ഇതൊക്കെ ഈ പറയുന്ന ദളിത് പെൺകുട്ടിയുടെ FIRൽ അല്ലെങ്കിൽ ആ പരാതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, FIRൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരാതി വെച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറമുള്ള ഒരു കാര്യം കൂടി ഈ പരാതിക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് വെറുതെയുള്ള സംഘടിത മതപരിവർത്തനമോ അല്ലെങ്കിൽ ചൂഷണമോ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് പതിവ് പോലെ നമ്മളുടെ മലയാള മാധ്യമങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളല്ലാതെ ഒരൊറ്റ മലയാള മാധ്യമം പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും വലിയ തോതിൽ ഊതിപ്പെരിപ്പിച്ചാണ് നമ്മളുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പശുവിറച്ചി കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരെ അക്രമിക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ഒറ്റപ്പെട്ട കേസുകൾ നമ്മളുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. ദൗർഭാഗ്യകരമായ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ടതാണ്, അപൂർവമായി സംഭവിക്കുന്നതാണ്. പക്ഷേ അത്തരം സംഭവങ്ങൾ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് ചർച്ചയാക്കി, വാർത്തയാക്കി, ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ പോലും ഭാരതത്തിൻ്റെ പേര് മോശമാക്കാനുള്ള ശ്രമങ്ങൾ മലയാള മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെയുള്ള സമാനമായ നിരവധി സംഭവങ്ങളും ഇതുപോലെ ഊതിപ്പെരിപ്പിച്ച് വലിയ തോതിൽ ചർച്ചയാക്കി, വലിയ തോതിൽ അതൊരു വലിയ മാനങ്ങളൊക്കെ കൊടുത്ത് അത് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ സംഭവം നാസിക്കിലുണ്ടായിട്ട്, മഹാരാഷ്ട്രയിലുണ്ടായിട്ട് 4 വർഷമായി തുടരുന്ന ചൂഷണമാണ്. നിരവധി ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. നിരവധി പെൺകുട്ടികളാണ് ഈ ചൂഷണത്തിന് ഇരയായിട്ടുള്ളത്. പെൺകുട്ടികൾ മാത്രമല്ല, ഒരു പുരുഷ TCSലെ എംപ്ലോയിയും ഈ ഇര ആണ് എന്ന് പറഞ്ഞ് അയാളും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ അവിടുത്തെ HR എന്ന് പറയുന്ന നിദ ഖാൻ, ആ നിദ ഖാൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രകാരം അവരാണ് ഈ HR മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പെൺകുട്ടികൾ പലപ്പോഴും അവരോട് പരാതിപ്പെട്ടിട്ട് പോലും അവർ നടപടിയെടുത്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ റാക്കറ്റാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇത്രയും സംഘടിതമായ, ഇപ്പോൾ മതപരിവർത്തനം നിങ്ങൾ മാറ്റിവെക്കുക, അത് നിങ്ങളുടെ പറയുന്ന പോലെ നിങ്ങളുടെ അജണ്ടയിൽ പെടുന്ന വിഷയമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റാത്ത വിഷയമായിരിക്കും, നിങ്ങൾക്ക് രാഷ്ട്രീയമായ പരിമിതികളുണ്ടാവും. മതപരിവർത്തനം അവിടെ മാറ്റിവെക്കുക. ബീഫ് തിന്നാൻ നിർബന്ധിച്ചു എന്നുള്ളത് നിങ്ങൾ മാറ്റിവെക്കുക. മലയാള മാധ്യമങ്ങളോടാണ് പറയുന്നത്. ഇത് രണ്ടും മാറ്റിവെച്ചാൽ പോലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലൈംഗിക ചൂഷണവും അസംഘടിതരായ പാവപ്പെട്ട പെൺകുട്ടികളെ ചൂഷണം ചെയ്തതിൻ്റെ കൃത്യമായ തെളിവുകളൊക്കെ ഈ കേസിലുണ്ട്. എന്നിട്ട് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു വിഷയമാക്കാതെ മലയാള മാധ്യമങ്ങൾ ഒളിച്ചു കളിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇതിനെതിരെ പറഞ്ഞ് ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. ഇപ്പോൾ കേരള സ്റ്റോറി അല്ലെങ്കിൽ അതുപോലെ ദുരന്തർ പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ, അതും യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ പ്രൊപ്പഗാൻഡയാണ് എന്ന് പറഞ്ഞ് ഇവർ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് ഇത് കള്ളമാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇവിടെ ഈ 2 കാര്യങ്ങൾക്കും സ്കോപ്പില്ല. കാരണം ഇത് തെറ്റല്ല എന്ന് നടന്നതാണെന്നും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇതിനെതിരെ പറയാൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? കണ്ടില്ല എന്ന് നടിക്കുക. ആ കണ്ടില്ല എന്ന് നടിക്കലാണ് ഇപ്പോൾ നിങ്ങൾ മലയാള മാധ്യമങ്ങളുടെ ഈ പൂർണ്ണ നിശബ്ദതയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഈ സംഭവം എന്താണ് എന്ന് വളരെ ചുരുക്കത്തിൽ, ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, എങ്കിലും വളരെ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു പുതിയ ആംഗിൾ, ആരും ഇതുവരെ പറയാത്ത ഒരു വിഷയം കൂടിയുണ്ട് ഇതിൽ, അതുകൂടി ഞാൻ പറയാം. അതിനു മുമ്പ് എന്താണ് ഈ സംഭവം? സംഭവം മറ്റൊന്നുമല്ല,
TCS നാസിക് യൂണിറ്റിലാണ്. നാസിക് യൂണിറ്റിലെ ഏതാണ്ട് 4 വർഷമായി നടക്കുന്ന പീഡനമാണ്. ഏതാണ്ട് 8 പേര് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒരാൾ ഒളിവിലാണ്. 18നും 25നും വയസ്സിനിടയിലുള്ള ഹിന്ദു പെൺകുട്ടികളെയാണ് ഇവർ ചൂഷണം ചെയ്തിരുന്നത്, ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. TCSൽ ജോയിൻ ചെയ്യുന്ന ആ സമയം മുതൽ ഈ പെൺകുട്ടികളെ കൃത്യമായി ഇവർ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അതായത് ഹിന്ദു ആയിരിക്കണം, ഈ പ്രായ പരിധിക്കുള്ളിലുള്ള പെൺകുട്ടികളായിരിക്കണം, കുടുംബ പ്രശ്നമുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ, എത്രയും പെട്ടെന്ന് അവരെ ചൂഷണം ചെയ്യാനും വലയിലാക്കാനും പറ്റും എന്ന് കൃത്യമായി അറിയാവുന്ന പെൺകുട്ടികൾ. ഇതിനൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ HR-ൻ്റെ സഹായം ലഭിച്ചിട്ട് തന്നെയാണ് ഇവർ ഇത്തരം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ പെൺകുട്ടികളെ സ്നേഹം നടിച്ച്, അടുപ്പം നടിച്ച് ഇവരെ വലയിലാക്കുകയും ഇവർക്ക് പ്രൊമോഷൻ, മറ്റു കാര്യങ്ങളൊക്കെ, ശമ്പള വർധന ഒക്കെ വാഗ്ദാനം ചെയ്യുകയും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും, അതായത് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കൂട്ടുകാരെയും ഒക്കെ നിങ്ങൾ മറക്കൂ, നിങ്ങൾ എന്നിട്ട് അള്ളാഹുവിൽ അഭയം പ്രാപിക്കൂ, സന്തോഷകരമായി ജീവിക്കൂ, ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് ഇവരെ കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകറ്റുകയും ഒക്കെ ചെയ്ത ശേഷം ഇവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഇപ്പോൾ ആ FIR-ൽ ഒരെണ്ണത്തിൽ പറയുന്നത് ഈ കഴിഞ്ഞ റംസാൻ വ്രതം പോലും ഈ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ചിലരൊക്കെ അതിന് വഴങ്ങുകയും ചെയ്തു. അപ്പോൾ റംസാൻ വ്രതം എടുപ്പിക്കുക, അല്ലാത്ത സമയത്ത് ബീഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ കൊണ്ട് കഴിപ്പിക്കുക, ഇവരെ അത്തരം ചില ചടങ്ങുകളിൽ നിസ്കരിപ്പിക്കുക, അതുപോലെ അത്തരം ചില റിലീജിയസ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ്, അത് പഠന ശിബിരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ അവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കി മാറ്റി അവരെ അടിമയാക്കുക. പക്ഷേ ഇതോടൊപ്പം ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇപ്പോൾ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളവർ പറയുന്നത്, ഏതാണ്ട് 6-7 പേരാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. 5 FIR ഉണ്ട്. ഇതിൽ ഈ പെൺകുട്ടികൾ കൂടാതെ നിരവധി ആൾക്കാർ വേറെയുണ്ട് പരാതി കൊടുക്കാൻ ഇപ്പോഴും മാനസികാവസ്ഥയിൽ എത്താത്തവർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആ പെൺകുട്ടികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം ഒന്നുകൂടി വ്യക്തമാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ പെൺകുട്ടികളെ ഭയം ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയാണ് ഇവർ അടിച്ചമർത്തി ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതിനിവർ എന്താണ് ചെയ്യുന്നത്? ലൈംഗിക ചൂഷണം തന്നെയാണ്. കൃത്യമായി ലൈംഗിക ചൂഷണം നടത്തി അതിൻ്റെ പടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ നദീം ഖാൻ, ഡാനിഷ് മോസിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇവരാണ് ഈ പറയുന്ന ചൂഷണം നടത്തി ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു. ഇതിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് നിരന്തരമായി ലൈംഗിക വൈകൃതങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഉപയോഗിക്കുകയും അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ വഞ്ചിക്കുകയും ചെയ്തു എന്നുള്ള പരാമർശവും ഒരാളുടെ റിപ്പോർട്ടിലുണ്ട്. ഒരു ആൺകുട്ടി, ഒരു മെയിലായിട്ടുള്ള ഒരാളും ഇതുപോലെ സമാനമായ പരാതി കൊടുത്തിട്ടുണ്ട്. തന്നെയും ഇസ്ലാമിലേക്ക് ചേർക്കാനും നിർബന്ധിതമായി ബീഫ് തീറ്റിക്കാനും ഒക്കെ ശ്രമിച്ചു. തനിക്കും വാഗ്ദാനം ചെയ്തത് പ്രൊമോഷനും ശമ്പള വർധനവുമൊക്കെയാണ് എന്നാണ് അയാളും പറയുന്നത്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ വരാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇതിലെ ആദ്യത്തെ FIR-ലുള്ളതാണ്. ആദ്യത്തെ പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പരാതിയിൽ വളരെ കൃത്യമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയുടെ ആധാർ, പാസ്പോർട്ട്, ആ പെൺകുട്ടിയുടെ മാർക്ക് ഷീറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ മുഴുവൻ ഒറിജിനൽ ഈ പറയുന്ന ഡാനിഷ് എന്ന് പറയുന്ന ആൾ പിടിച്ചു മേടിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് പിടിച്ചു മേടിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് ഈ പെൺകുട്ടിയെ അയക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയാണ്. ഈ മലേഷ്യയിലേക്ക് ഈ പെൺകുട്ടിയെ അയച്ചു കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും, കൂടുതൽ വരുമാനം വരുമെന്നൊക്കെയാണ് ഡാനിഷ് ഈ പെൺകുട്ടിയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചത്. ഈ മലേഷ്യയിലേക്ക് ഈ പെൺകുട്ടിയെ അയക്കാൻ വേണ്ടിയിട്ട് ഇമ്രാൻ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനെ ഈ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തുവിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇമ്രാൻ ആരാണ് എന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതുവരെ പിടിയിലായിട്ടില്ല. പക്ഷേ ഇമ്രാനെ ഉപയോഗിച്ച്
മലേഷ്യയിലേക്ക് ഇതുപോലെ പോയിട്ടുള്ള പെൺകുട്ടികൾ സുഖമായി അവിടെ ജീവിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്തരം ചില തെളിവുകളൊക്കെ ഈ പെൺകുട്ടിയെ ഈ ഡാനിഷ് എന്ന് പറയുന്ന TCS എംപ്ലോയി കാണിച്ചു കൊടുത്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിർബന്ധിതമായിട്ട് ഈ പെൺകുട്ടിയുടെ എല്ലാ രേഖകളും ഇയാൾ പിടിച്ചു മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യക്കടത്തിൻ്റെ ഒരു ആംഗിൾ കൂടി, ഒരു തലം കൂടി ഈ കേസിന് കൈവരികയാണ്. മനുഷ്യക്കടത്ത് എന്താണ്, എങ്ങോട്ടാണ് എന്ന് നമ്മൾക്ക് ഊഹിക്കാം. അത് മലേഷ്യ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന അഫ്ഗാനിസ്ഥാനിലെ പല മേഖലകളിലും ഇപ്പോഴും ശക്തമാണ്. അവർക്ക് വേണ്ടത് ആയുധങ്ങളോടൊപ്പം അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക അടിമകളെയാണ്. ലൈംഗിക അടിമകളെ എവിടെ നിന്നാണെങ്കിലും സ്വീകരിക്കാനും അതിനുവേണ്ടി പണം കൊടുക്കാനും IS തീവ്രവാദികൾ എപ്പോഴും തയ്യാറാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി സംഘങ്ങൾ നമ്മളുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളെന്നൊക്കെ പലരും വിളിക്കുന്ന രാജ്യങ്ങളാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം ചില റിക്രൂട്ട്മെൻറ്റ് ഗ്യാങ്സ് ഉണ്ട്. ഇവർ ഈ റിക്രൂട്ട് ചെയ്യുന്നത് നമ്മൾ ISലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കരുതുക ആയുധ പരിശീലനമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറുപ്പക്കാരെ, അവരെ ഭീകരവാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുപ്പക്കാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ കൂടി ഇവർ അതുപോലെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരമൊരു റിക്രൂട്ട്മെൻറ്റ് ശ്രമം കൂടിയാണോ TCSൽ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡാണ് ഇത് അന്വേഷിക്കുന്നത്, ആൻറ്റി ടെററിസം സ്ക്വാഡാണ് ഇത് അന്വേഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് NIAയിലേക്ക് ഈ കേസ് പോകാൻ നല്ല സാധ്യതയുണ്ട്. ഇനി TCSനോടാണ്. TCSൻ്റെ ചെയർമാനും TCSൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ഈ സംഭവം ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്കതിൽ വലിയ ഞെട്ടിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര നിഷ്കളങ്കമായിട്ട് നിൽക്കാൻ സാധിക്കുമോ ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളത് TCSൻ്റെ മാനേജ്മെൻറ്റ് ആലോചിക്കണം. കാരണം കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ പീഡനം, ഈ ചൂഷണം തുടരുകയാണ്. ഈ ജനുവരി 2026 പോലും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മാർച്ച് 25 ആദ്യത്തെ FIR ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ FIRൽ പരാമർശിക്കപ്പെട്ട ആൾക്കാർ ഈ പെൺകുട്ടികളെ മാത്രമാണ്, അതായത് പരാതിക്കാരിയായ പെൺകുട്ടികളെ മാത്രമാണ് ഇതിൽ ചൂഷണം ചെയ്തത് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി ആൾക്കാരെയെങ്കിലും ഇവർ ഇരകളാക്കിയിട്ടുണ്ടാവണം. ഇങ്ങനെ ഒരു പരാതി ലഭിച്ച ശേഷം മഹാരാഷ്ട്ര പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടും അവരുടെ അണ്ടർ കവർ ഏജൻസ് TCSൽ നുഴഞ്ഞു കയറിയതുകൊണ്ടുമാണ് ഇത് പെട്ടെന്ന് പുറത്തു വന്നതെന്ന് പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പൂർണ്ണ ഉറപ്പില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വലിയ നാടകീയമായി ചിലരൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. പക്ഷേ മഹാരാഷ്ട്ര പോലീസ് വളരെ കൃത്യമായി ആക്ഷൻ എടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത്. അല്ലാതെ TCSൻ്റെ മാനേജ്മെൻറ്റോ ഉടമസ്ഥരോ ഇക്കാര്യത്തിൽ വേണ്ടത്ര ആക്ഷൻ എടുത്തതുകൊണ്ടല്ല. അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. വളരെ കൃത്യമായി ഇതിൽ പല പെൺകുട്ടികളും അവിടുത്തെ HR-നെ സമീപിച്ച്, ഈ നിദാ ഖാൻ എന്ന് പറയുന്ന ആളെ സമീപിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നിദാ ഖാൻ വേണ്ടത്ര, കാരണം അവരും ഈ ഒരു വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരത് പരിശോധിച്ചില്ല. പക്ഷേ അവരത് പരിശോധിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അവർക്കപ്പോഴും അപ്പുറമുള്ള സീനിയേഴ്സ് ഇക്കാര്യം തീരെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവരിത് ഒട്ടും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ TCSൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരിതൊരു ഷോക്കല്ല, അവരിതൊരു പാഠമായിട്ട് എടുക്കേണ്ടതാണ്. കൂടുതൽ TCS സ്ഥാപനങ്ങളിൽ ഇത്തരം വിഷയങ്ങളുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് തന്നെയാണ്. TCSൽ മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങളിലും ഇത് നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും നമ്മൾക്ക് ഭീതിയോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലോ ഒന്നുമല്ല നടക്കുന്നത്. ഇത് ഭാരതത്തിലാണ് നടക്കുന്നത്, മഹാരാഷ്ട്രയിലാണ് നടക്കുന്നത്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP ആണ്, അല്ലെങ്കിൽ BJP സഖ്യമാണ്. അങ്ങനെ ഏറ്റവും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ജിഹാദികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇങ്ങനെയല്ലാത്ത ഒരവസ്ഥയിൽ അവർ എന്തൊക്കെ ചെയ്യും
എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് TCSൽ ഇപ്പോൾ നടന്ന സംഭവവികാസങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.